ഹായ് വാഡിയേഴ്സ്. ഇപ്പോൾ ഇവിടെ ജാമ്പക്കുള്ള ഞാൻ അറിയാറില്ല, കാരണം ഇങ്ങനെ ചെടിയൊക്കെ വളർന്നുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കാണൂല. അപ്പം ഇന്നലെ നിർമ്മലമ്മ അറിഞ്ഞതാ കുറേ ജാമ്പക്ക ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പം ഞാൻ നേരെ വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ പാത്രം എടുത്ത് അങ്ങ് പോയി. ഈ ഒരു പാത്രം നിറച്ച് നമുക്ക് ജാമ്പക്ക കിട്ടി കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ഒരു മുളക് നിൽക്കുന്നുണ്ട്, അപ്പം അതും കുറച്ചങ്ങ് പൊട്ടിച്ചു, കാരണം ഇതിങ്ങനെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റി ആണല്ലോ. അങ്ങനെ ജാമ്പക്ക ഞാൻ കഴുകി വീട്ടിലെത്തിയപാട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അതിന് ശേഷം കഴുകിയിട്ട് നല്ല ഉപ്പും മുളകും നമ്മൾ നേരത്തെ പറിച്ചിട്ടുള്ള ആ മുളകില്ലേ, അതും മുളക് പൊടിയും കൂടിയും കൂട്ടിയിട്ട് പിടുത്തം പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ ഒരു സൈഡിൽ ഉപ്പും ഒരു സൈഡിൽ മുളകും ആക്കിയിട്ട് ഇങ്ങനെ ഇതാക്കി വെച്ചു, ആ കുരുവൊക്കെ കളഞ്ഞിട്ട്. എന്നിട്ട് കഴിച്ചു. എൻ്റെ പൊന്നു സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ജാമ്പക്ക ഇങ്ങനെ ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ നേരെ പോയിട്ട് നടു കീറിയിട്ട് അതിൽ കുറച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണയും സുർക്ക, നമ്മൾ വിനാഗിരിയില്ലേ, അതൊക്കെ കൂടെ ഒഴിച്ച് മിക്സാക്കിയിട്ട് അങ്ങനെ കഴിച്ചു. എന്താ പറയുക, ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഞങ്ങൾ ഉപ്പിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജാമ്പക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഇനി ഞാൻ പോയിട്ട് ഈ ജാമ്പക്കൊക്കെ തീർക്കട്ടെ കേട്ടോ. ഞാൻ ചടപടേന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട്, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എരിവും ഉപ്പും മധുരമല്ല പുളി എല്ലാം കൂടെ ആകുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ ബൈ, ലവ് യു.